നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ചേർന്നിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലോട്ട് മാറുമ്പോൾ നമ്മുടെ പ്രായം ചുക്കിച്ചുളിവുകൾ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മുടി വളർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ, മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, കഷണ്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റും പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കുമ്പോഴും തന്നെ അതിനകത്ത് ഒത്തിരി വ്യത്യാസം. എലിസബത്ത് രാജ്ഞി 96 വയസ്സ് വരെ നല്ല ആരോഗ്യവതിയായി, നല്ല ഉന്മേഷത്തോടുകൂടി സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്ത് ഒരു നിറപുഞ്ചിരിയോടുകൂടി, എന്നാൽ യൗവനവും ചെറുപ്പവും ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ മുഖത്തിലും ശരീരത്തിലും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. നമ്മൾ പലരിൽ നിന്നും പലതും പഠിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് എലിസബത്ത് രാജ്ഞിയെപ്പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരുപാട് സേവകരോ, ഒരുപാട് ഡോക്ടർമാരോ, ഒരുപാട് ഡയറ്റീഷ്യൻസോ, ജിം ടെക്നീഷ്യൻസോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമുക്ക് തന്നെ ശ്രദ്ധിച്ചെന്നാൽ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും യൗവനം നിലനിർത്താനും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താനും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടതായിട്ടുള്ള പാഠം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ആദ്യം പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ആരോഗ്യ രഹസ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ അവർ പുലർത്തിയിരുന്ന ശ്രദ്ധയിലേക്ക് നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പ്രത്യേകിച്ചും അവരുടെ ഭക്ഷണവും അവരുടെ ഉറക്കവും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസുമൊക്കെ കൃത്യമായിട്ടും ഡോക്ടർമാർ തന്നെ നിർദ്ദേശിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ കാലറി ഇൻടേക്കും അവർക്കുണ്ടാകാവുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും, അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമൊക്കെ UK ഉള്ള ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ടും നോക്കേണ്ടത്. നമുക്ക് അങ്ങനെ ഒത്തിരി ടീം ഓഫ് ഡോക്ടേഴ്സ് ഒന്നും വേണ്ട. നമ്മൾ തന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ആയിട്ടുള്ള ഒരു ഫാമിലി ഡോക്ടർ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് പീരിയോഡിക്കലി നമ്മൾ അതിൻ്റെ ബ്ലഡ് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ടും സാധിക്കും. അതോടൊപ്പം നമ്മൾ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ ഈ ഒത്തിരി വില കൂടിയ ഭക്ഷണം കഴിക്കുന്നതിൽ, ഒത്തിരി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൽ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് വളരെ റോ ആയിട്ടുള്ള നമ്മുടെ തൊടിയിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. കീടനാശിനികൾ ഒട്ടുമില്ലാത്ത, പറ്റുമെങ്കിൽ നമ്മുടെ പറമ്പിൽ നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്നതാകുമ്പോൾ അതിന് രുചിയും ആരോഗ്യവും കൂടും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട്, ഇപ്പം ഒരു UK മാത്രമല്ല, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളും യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളുമൊക്കെ UK ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം തലവേദനകളുള്ള ഒരുപാട് ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് അവരവരുടേതായിട്ടുള്ള ആരോഗ്യത്തിൽ ശ്രദ്ധയൂന്നി ജീവിച്ചു പോയി എന്നുള്ളതാണ് ഒരു പക്ഷേ അവർക്ക് ഇത്രയും ആയുസ് ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. 2, നമ്മൾ വേറുള്ള ദുശ്ശീലങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ പ്രായം കൂട്ടിക്കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് തുടങ്ങിയ സംഗതികളാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഉണ്ടായിട്ടുള്ള ആയുസ് അവരുടെ മുൻഗാമികളായിട്ടുള്ള മറ്റ് രാജാക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് രാജകുടുംബാംഗങ്ങൾക്കോ ഒക്കെ ഉണ്ടാവണമെന്നില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലെ ആയുസ് കുറച്ച് കളയാനായിട്ട് ഒരു കാരണമായേക്കാം. 3ാമത്തെ കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ ക്രീമുകൾ അല്ലെങ്കിൽ നറിഷ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സ് തുടങ്ങിയ സംഗതികളൊക്കെയാണ്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് നോക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, സേവകരുണ്ടാവും. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ തയ്യാറാക്കാവുന്ന ഫേസ് പാക്കുകളെ പറ്റി ഞാൻ തന്നെ മുൻപുള്ള പല വീഡിയോസിലും അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട 2 സംഗതികൾ, ഒന്ന് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, 2 സൺസ്ക്രീനാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ വെയിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ മുഖത്തേക്കോ ശരീരത്തിലേക്കോ അടിക്കുമ്പോഴത്തേക്കും സൺ ടാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
കുട ചൂടാനായിട്ട് യാതൊരു ദുരഭിമാനവും വിചാരിക്കേണ്ട എന്നുള്ളതാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് കുട ചൂടുക, ഒത്തിരി പൊടിയോ കാര്യങ്ങളോ ഒന്നും അടിക്കാതിരിക്കാനായിട്ട് ഉള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. കുളി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പം ഒലിവ് ഓയിലിൻ്റെ ഉണ്ട്, വൈറ്റമിൻ ഇ ചേർന്നിട്ടുള്ള, അലോവേറ ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള മോയ്സ്ചറൈസിങ് ലോഷനുണ്ട്. നല്ല കമ്പനിയുടെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ലോഷൻ തന്നെ അല്ലെങ്കിൽ ക്രീം തന്നെ കുളി കഴിഞ്ഞ് ആ ഈർപ്പത്തോടു കൂടി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം സൺസ്ക്രീൻ, സൺ ടാൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിലും പല കമ്പനികളുടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കമ്പനിയുടെ തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് കോസ്മെറ്റിക്സും ടാൽക്കം പൗഡർ പോലുള്ള സംഗതികളും ലിപ്സ്റ്റിക്ക് പോലുള്ള സംഗതികളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കെമിക്കൽസ് ചേർന്നിട്ടുള്ള കോസ്മെറ്റിക്സും പരമാവധി ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. നന്നായിട്ട് വെള്ളം കുടിക്കുക, ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ചേർന്നിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലോട്ട് മാറുമ്പോൾ നമ്മുടെ പ്രായം, ചുക്കിച്ചുളിവുകൾ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ആഹാരത്തിൽ നമ്മൾ ഒഴിച്ചു കൂട്ടേണ്ടത് മധുരം, ബേക്കറി സാധനങ്ങൾ, മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള വെള്ളരിച്ചോറ്. ഈ വെള്ളരിച്ചോറ്, അവിടെ ഇല്ലാത്ത ചോറ് നമ്മൾ ഒത്തിരി കഴിക്കുമ്പോൾ തന്നെ അത് നമ്മൾ പഞ്ചസാര വാരി തിന്നുന്നതിന് തുല്യമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അടുത്തത്, നമുക്ക് പലപ്പോഴും ഇതിനുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ആവശ്യമായിട്ട് വരും. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് എല്ലാ വൈറ്റമിൻസും മിനറൽസും ട്രേസ് എലമെൻസും ആവശ്യത്തിന് അളവിൽ കിട്ടാതെ വന്നേക്കാം. അപ്പോൾ പലപ്പോഴും ഇതുപോലുള്ള മൾട്ടി വൈറ്റമിൻസ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് തന്നെ ഇതുപോലുള്ള വൈറ്റമിൻസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പലതരത്തിലുള്ള അസുഖങ്ങൾ, അലർജി പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ തന്നെ ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അവർ ആ ഭക്ഷണം കഴിക്കാതിരിക്കുകയും എന്നാൽ അതിൽ നിന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും. പലപ്പോഴും വെജിറ്റേറിയൻസ്, പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാകാം. ഇപ്പം B1 to B12, നമ്മുടെ ബി കോംപ്ലക്സ് വൈറ്റമിൻ, B1 തയമിൻ, B2 റൈബോഫ്ലേവിൻ എന്ന് പറഞ്ഞിങ്ങനെ കുറേ അധികം വൈറ്റമിൻസ് ഉണ്ട്. നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്, അതുപോലെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന B7 എന്ന് പറയുന്ന ബയോട്ടിൻ, ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ കിട്ടിയില്ലെങ്കിൽ അത് പുറമേ നിന്ന് സപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ വൈറ്റമിൻ D3, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഡെഫിഷ്യൻസീസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കി അതിൻ്റെ അളവ് പരിശോധിക്കാൻ തന്നെ ഒരുപാട് ആയിരങ്ങൾ ചിലവഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് അല്ലാതെ നിശ്ചിത അളവിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന സംഗതികളാണ്. പിന്നെ നമ്മൾ ഈ മുടി എന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തെ എടുത്തു കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം മുടി വളർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ, മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, കഷണ്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റും പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുക്കുമ്പോഴും തന്നെ അതിനകത്ത് ഒത്തിരി വ്യത്യാസം വരും. ഇന്നലെ ഒരു പേഷ്യൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു 45 വയസ്സേ ഉള്ളൂ, പക്ഷേ കണ്ടെന്നാൽ ഒരു 55-60 വയസ്സ് വരെ പ്രായം പറയും. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ കഷണ്ടിയായിരുന്നു. അപ്പം അതിന് കൃത്യമായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ് കൊടുക്കുക, പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുക്കുക. അതായത് മുട്ടയുടെ വെള്ള, മുളപ്പിച്ച പയർ, കാഷ്യൂനട്ട്, ബദാം, ഇറച്ചി മീനും ഒക്കെ കറി വെച്ചത് കൂടുതലായിട്ട് കഴിക്കുക. എണ്ണയുടെ ഉപയോഗവും ഫ്രൈഡ് ഐറ്റംസും പരമാവധി കുറയ്ക്കുക. അതോടൊപ്പം നമ്മൾ മുടിക്ക് വളർച്ചയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള തെറാപ്പീസ് ഇന്ന് അവൈലബിൾ ആണ്. PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മുടെ തന്നെ പ്ലാസ്മ എടുത്ത് തലയിൽ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന പല എടുത്ത്, അപ്പം മുടി വളർച്ചയ്ക്ക് അത് സഹായിക്കുന്നതാണ്. അതിൽ നിന്നില്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള നമുക്ക് നമ്മുടെ തന്നെ മുടി മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഇപ്പോൾ താടി നല്ല തഴച്ച് വളരുന്നവരുണ്ട്, എന്നാൽ അവർക്ക് മുടി കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഡെൻസിറ്റി കുറഞ്ഞുള്ളവർക്ക് സ്കാൽപ്പ് മൈക്രോ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന, നമുക്ക് മുടി പോലെ തന്നെ അതിൽ പിഗ്മെൻറ്റ് ചെയ്യാവുന്ന രീതികളുണ്ട്. അതുപോലെ പുരികത്തിന് നല്ല ഷേപ്പ് ഇല്ലാത്തവർക്ക്, പുരികം അതിൽ വെട്ടോ പാടോ ഇഞ്ചുറിയോ ഒക്കെ പറ്റിയിട്ടുള്ളവർക്ക് അവിടെ പോലും ഈ മൈക്രോ പിഗ്മെൻറ്റേഷൻ കൊണ്ട്, മൈക്രോ ബ്ലേഡിങ് കൊണ്ട് നമുക്ക് അത് നല്ല ആകൃതിയിലാക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അപ്പോൾ ഇതൊന്നും വലിയ ചിലവുള്ള സംഗതികളൊന്നുമല്ല. നമ്മൾ സിനിമാ താരങ്ങളെ പോലെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനോ ലൈപ്പോസെക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അബ്ഡോമിനൽ റിസെക്ഷൻ പോലുള്ള അല്ലെങ്കിൽ സ്ലീവ് റിസെക്ഷൻ പോലുള്ള വലിയ ബെറിയാട്രിക് സർജറിയിലോട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല.
അപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ആരോഗ്യം പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ സിനിമാ നടിമാർ തന്നെ ഒരുപാട് സർജറിക്ക് ശേഷം 50 വയസ്സിലൊക്കെ ബാത്ത് മുങ്ങി മരിച്ചിട്ടുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ ആൾക്കാരിൽ നിന്നും നമ്മൾ പലതും പഠിക്കാനുണ്ട്. എങ്ങനെ ആയിത്തീരണം എന്ന് പഠിച്ചില്ലെങ്കിൽ പോലും എങ്ങനെ ആവരുത് എന്ന് പോലും പഠിക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ പല വ്യക്തികളിൽ നിന്നും സാധിച്ചേക്കും. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു, നിത്യ യൗവനവും ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.